ഹലോ ചങ്ങായിമാരെ, അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോണ ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 5 വാക്കുകൾ നമ്മളൊരു പേപ്പറിൽ എഴുതിയിട്ടുണ്ട്. ആ പേപ്പറിൽ എഴുതിയിരുന്ന വാക്കുകൾ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ മലയാളത്തിലെ പാട്ടുകൾ ഉണ്ടാവുമല്ലോ. അപ്പൊ പാട്ടുകളിൽ ഇടയിൽ വരുന്നത്, മിഡിൽ വരുന്നതോ സ്റ്റാർട്ടിങ് വരുന്നതോ എവിടെയെങ്കിലും ആ ഒരു വാക്കുകൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്കത് പാടാം. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് അങ്ങനെ 5 വാക്കുകൾ ഞങ്ങൾ എഴുതിയിട്ടിട്ടുണ്ട്. ഞങ്ങൾ ഓരോരുത്തർ 5 വാക്കുകൾ. അപ്പൊ പരസ്പരം അത് അറിയാൻ പാടില്ല. അങ്ങനെ നമ്മളൊരു പേപ്പറിൽ എഴുതിയിട്ട് മടക്കി ഇതിനകത്തോട്ട് ഇടാൻ വേണ്ടി പോണേണ്. അത് നമ്മൾ ഇപ്പൊ നറുക്കെടുത്തിട്ട് ഒരാളെടുത്തിട്ട് അതിങ്ങനെ തുറന്നു നോക്കും. തുറന്നു നോക്കി കഴിയുമ്പോഴത്തേക്ക് രണ്ടുപേരും കൂടിയാണ് തുറന്നു നോക്കുന്നത്. എന്നിട്ട് ആദ്യം ആരാണോ പാടി കഴിയുന്നത്, അതായത് ആരാദ്യം പാടും, അവർക്ക് നമുക്ക് ഈ മുമ്പിലിരിക്കുന്ന ഐറ്റങ്ങൾ, അതായത് ജ്യൂസ്, പിന്നെ സ്വീറ്റ്സ്, ഫ്രൂട്ട്സ്, അതിനകത്ത് ഇഷ്ടമുള്ള ഏതെങ്കിലും എടുത്ത് നമുക്ക് കഴിക്കാം. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് നമ്മളിപ്പോ നറുക്കെടുക്കാൻ വേണ്ടിയിട്ട് എഴുതിയിരിക്കുന്ന സാധനങ്ങളൊക്കെ 5 ചീട്ടുണ്ട്. അപ്പൊ 5 ഇത് നമ്മൾ ഇതിനകത്തോട്ട് ഈ ബൗളിലേക്ക് ഇടാൻ വേണ്ടി പോണേണ്. അപ്പൊ ഇനി നമുക്ക് ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ വെൽക്കം ടു മൈ ചാനൽ. അപ്പൊ നമ്മളിതേ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ നമ്മളിത് ഇതൊന്ന് ഇട്ടിട്ട് നമ്മള് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തൊന്ന് ഒരെണ്ണം എടുക്കാം. ഇനൂസ് എടുത്ത് ഒരെണ്ണം. ഇനി നമുക്ക് തുറന്നു നോക്കാം. അപ്പൊ നമുക്ക് പാദസരമാണ് ആദ്യം ഇത് കിട്ടിയത്. 1000 ഇത് ഞാനിട്ടതാണ് കേട്ടോ. ഈ പാദസരം നടന്നത് ഇട്ടത് ചിലപ്പോ നിങ്ങക്ക് കാണാൻ പറ്റൂല, ചിലപ്പോ മനസ്സിലാവില്ല. ഇത് ഞാൻ എഴുതിയിട്ടതായിരുന്നു. ഓക്കെ, ഇങ്ങനെയാണ് നമ്മള് ഗെയിം കളിക്കുന്നത് കേട്ടോ. കണ്ട, ഇതാണ് സ്നേഹം. ഡാഡക്ക് തരാണ്ട് കുഞ്ഞൊന്നും കഴിക്കൂല. മമ്മിക്കാ കിട്ടിയത്. അപ്പൊ ഓക്കെ, ഇനി നമുക്ക് അടുത്തത് തുടങ്ങാം. അപ്പൊ അടുത്തത് ഞാൻ എടുക്കാം. നമ്മൾ എടുക്കണേ. അപ്പൊ നമ്മൾ എടുത്തിട്ട് അയ്യോടാ, അതാ എനിക്ക് കിട്ടിയില്ല കേട്ടോ. അത് ഞാൻ തന്നെ ഇട്ടതായിരുന്നു. പുഴയെന്നായിരുന്നു എഴുതിട്ടേച്ചത്. നിങ്ങക്ക് ചിലപ്പോ കാണാൻ പറ്റും. അതും മിസ്സായി പോയി. ഇനി എന്ത് വേണം? നെക്സ്റ്റ് ഏത് വേണം? മമ്മി അടിച്ചടാ മോളെ. ഏത് വേണ്ട? ജ്യൂസ് ആട്ടെ മമ്മി. ഏത് വേണ്ടേ? മാങ്കോ മതിയാ? അപ്പൊ ഇഷ്ടമുള്ള എടുത്ത് കുടിക്കാം. അപ്പൊ മാംഗോ ജ്യൂസ് ആയിരുന്നത്. മാംഗോ ജ്യൂസ് കുഞ്ഞാക്ക് ഇപ്പൊ മാംഗോ ജ്യൂസ് കുടിക്കണേണ്. അപ്പൊ അത് കുടിച്ച് അപ്പൊ നമ്മൾ അടുത്തത് എടുക്കാൻ വേണ്ടി പോണേണ്. എടുത്തു എടുക്ക്. മമ്മി എടുക്കട്ടെ. കടൽ കാറ്റിൻ നെഞ്ചിൽ കനലായി വിരിഞ്ഞു സന്ധ്യമുഖങ്ങൾ. അപ്പൊ ഞാൻ വിചാരിച്ചിരിക്കുകയാണ്. അപ്പൊ ഞാൻ എടുക്കാൻ വേണ്ടി പോണത് എന്താ പറയാ, ലഡു ആണ് കേട്ടോ. ലഡു. ലഡു കുഞ്ഞിന് വേണം കേട്ടോ. ഇത് ഈ ആ ഷീറ്റ് എഴുതിയിട്ടത് കടലിനായിരുന്നു എഴുതി വെച്ചത്. അത് എഴുതിയതാണ്. അതെനിക്ക് കിട്ടി. അപ്പൊ നമുക്ക് നോക്കാം. ഇനിയിപ്പൊ അടുത്തത് ഞാൻ എടുക്കാം. ഓക്കെ, അത് ഇല്ല എനിക്ക് കിട്ടിയില്ലായിരുന്നു. ഞാൻ ആ ഒരു ഫ്ലോയിൽ അങ്ങോട്ട് പോയതാണ്. ഇല്ല ഞാൻ പാടില്ല, എനിക്ക് കിട്ടിയില്ല. ഞാൻ ആ കഥയെന്ന് പറഞ്ഞ് തുടങ്ങിയതാണത്, അതായത് എനിക്ക് കിട്ടിയതല്ല അത്. അപ്പൊ പിൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ 3-1 കേട്ടോ. കഥയെന്ന് എഴുതിയിട്ടുണ്ട്. 3-1. ഓക്കെ, എടുത്തു. എടുത്തു. എന്ത് വേണം കഴിക്കാൻ? പഴം കൊടുക്കും. ബനാന. ഞങ്ങൾ പഴം എടുത്തേക്കുന്നു. ഓക്കെ,
പിന്നെ നെക്സ്റ്റ് ഇപ്പൊ ഇത് കഴിച്ചു, കുഞ്ഞ് കഴിച്ചു. നമ്മള് കഴിക്കാൻ പോവാം. നിങ്ങൾ കഴിക്ക്. ആ പൊളിച്ചാലും ഇനിച്ച്, ഇനിച്ച്, ഇനിച്ച്. ഇനിച്ച്. കഴിക്ക്. മമ്മി കഴിച്ചു. ഡാഡല്ല, കുഞ്ഞ് കഴിക്ക്, കുഞ്ഞ് കഴിക്ക്. എന്തെടുത്താലും എന്തെടുത്ത് കഴിഞ്ഞാലും ഡാഡക്ക് തന്നിട്ടേ കുഞ്ഞ് കഴിക്കുള്ളൂ. ഓക്കെ, ഞാനല്ലേ എടുത്തത്. ആ, ഇനിയിപ്പോ എടുക്കേണ്ടത് മൂത്താൻ എടുക്കേണ്ടത്. അതെ. മമ്മ എടുക്കട്ടെ. അപ്പൊ നമുക്ക് നോക്കാം. ഞാൻ പെട്ടെന്ന് പാടാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. ഞാൻ ആ പാട്ടാണ്ട് പാടിയതിൽ ഒരുമിച്ച് ആട്ടിട്ട് പാടിയത് തോന്നുന്നത്. അയ്യോ, ഞാൻ മറന്നുപോയി. ആ, എനിക്ക് ആ പാട്ട് കേറി വന്ന കാരണം എനിക്ക് പാടാൻ പറ്റാഞ്ഞത്. ഞാനത് പാടിയപ്പോഴത്തേക്ക് ഇതായപ്പോ വേണ്ടി പോയി. ഓക്കെ, ശരി, ഞാൻ തോറ്റു, ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഒരുമിച്ച് പാടിയതല്ലേ, ഒരുമിച്ച് എടുത്തോ, കുഴപ്പമില്ല. ഡാഡിയും പാടി മമ്മിയും പാടിട്ടാ. അപ്പൊ ഏതെടുക്കണം? അപ്പൊ നമുക്ക് ഈനൂസിന് കൊടുക്കാം കേട്ടാ. നമ്മള് കഴിക്കുന്നില്ല, അപ്പൊ നമുക്ക് ഈനൂസിന് കൊടുക്കാം. ഈനൂസിന് ഇതിനകത്ത് ഏതാ വേണ്ടത്? ഏത് വേണം? ഓറഞ്ച്. ഇതാണ് പൊളിച്ചു തരാ. ഓറഞ്ച്. ഞങ്ങളുടെ കൊച്ചിന് ഓറഞ്ച് കൊടുക്കാൻ പോണേണ്. അത് നമ്മൾ രണ്ടുപേരും അറ്റ് ടൈം പാടിപ്പോയി, അതുകൊണ്ട് നമുക്ക് രണ്ടുപേർക്കും കഴിക്കാം അല്ലേ പിന്നെ. അതെ, നമ്മളിത് കുഞ്ഞിക്ക് ഓറഞ്ച് കൊടുക്കാൻ വേണ്ടി പോണേണ്. കഴിച്ചു, കുഞ്ഞ് കഴിച്ചു, കുഞ്ഞ് കഴിച്ചു. മമ്മിക്കും മമ്മിക്കും ഇങ്ങനെ കാണിച്ചിങ്ങനെ അടിപൊളിയാണോ നോക്കെ? സൂപ്പറാണോ? പറഞ്ഞേ അടിപൊളി പറ. സൂപ്പർ പറഞ്ഞു. യമ്മിയാന്ന് പറയാം. യമ്മി. അപ്പൊ ഓക്കെ, നമുക്ക് ഇനിയിപ്പോ അടുത്തതിലോട്ട് പോവാം. ഞാൻ എടുക്കാൻ വേണ്ടി പോണേണ്. സന്ധ്യ കണ്ണീരിലെന്റെ സന്ധ്യ. അപ്പൊ സന്ധ്യ എന്നാണ് എഴുതിയേക്കണത്. നേരത്തെ ഒരു രാത്രി പോയിട്ടുണ്ടായിരുന്നു. ഞാൻ സന്ധ്യ എന്നാണ് എഴുതിയത്. ഇത് ബ്രാക്കറ്റിൽ നൈറ്റ് എന്നും പറഞ്ഞ് എഴുതിയിട്ടുണ്ടായിരുന്നു. കാരണം മനസ്സിലായില്ലെങ്കിലാ. അപ്പൊ ഇത് ഇപ്പൊ ഞാൻ മെൻ ചെയ്താണ്. അപ്പൊ 4-2. അതെ, 4-2 എങ്ങനെയാണ്? എനിക്ക് 2 പോയിന്റ് ആയിട്ടുള്ളത്. ഒരെണ്ണം വെട്ടിപ്പോയി. അപ്പൊ 3-2 എങ്ങനെയാണ്? ഒരെണ്ണം ഇനൂസിനാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഞാൻ നമ്മുടെ മൗണ്ടൻ ഡ്യൂ കുടിക്കാൻ വേണ്ടി പോകണ്ട. അപ്പൊ നമ്മളിത് മൗണ്ടൻ ഡ്യൂ കുടിച്ച് ഇനി നമുക്ക് അടുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ കൊച്ചിന് ദാഹിച്ചു പോയി. അപ്പോൾ കുറച്ച് വെള്ളം കൊടുത്തതാണ്. അപ്പോൾ നമുക്കിനിതേ അടുത്തതിലോട്ട് പോകാം. അപ്പോൾ അടുത്തത് എടുക്കുന്നത് മുത്താണ് എടുക്കേണ്ടത്. അമ്മേ അമ്മേ തായേ അമ്മയ്ക്ക് മകനേ. സിനിമ പാട്ട്, നമ്മള് ഫിലിമിന് പാട്ടാണെന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ചെയ്തിരിക്കുകയാണ്. മുത്തിന് ഇഷ്ടമുള്ള എടുക്കാം. അവിടെ അലുവയാണ് നമ്മളെടുത്ത് വെച്ചിരിക്കുന്നത്. മമ്മി കൊടുക്കും. മമ്മി കഴിച്ചോട്ടെ. മമ്മി കഴിച്ചിട്ടുണ്ട്. അതെ, ഇത്ര സ്നേഹമുള്ള കുഞ്ഞിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് എനിക്കറിയാൻ പാടില്ല. എന്ത് കാര്യത്തിലാണെങ്കിലും തന്നെ ഡാഡയും മമ്മിയും എല്ലാവർക്കും കൊടുത്തിട്ട് എന്റെ കുഞ്ഞ് കഴിക്കുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്കിനി എന്റെ ഒഴിവാണ്. അപ്പൊ കുഞ്ഞാണ് എടുത്ത് തരാൻ വേണ്ടി പോണത്. ന്യൂസ് എടുത്ത് തന്നിട്ട് ആടെ കുറഞ്ഞെടുത്ത് തന്നൊരു പേപ്പർ നോക്കട്ടെ കേട്ടാ. അപ്പൊ ഞങ്ങളിത് തുറന്ന് നോക്കാൻ പോണേന്. പിടിച്ച അരിവോടും വെങ്കിലാവോ. കരവ് മറന്നിട്ട് എഴുതിയത്. അപ്പൊ ഇത് എനിക്ക് കണ്ട പോയിന്റ്. ഇത് ഞാനാണ് ഇഞ്ചി ചെയ്തേക്കണത്. അപ്പൊ എനിക്കിപ്പോ വേണ്ടത് അപ്പൊ ഞാൻ നിക്ക് ഇപ്പൊ അല്ല, അടുത്തത്. ഇനിഷു പറ, ഡാടക്ക് ഇത് വേണ്ട. ആപ്പിൾ എടുക്കണോ? ആപ്പിൾ എടുത്താ മതിയാ? അത് ജ്യൂസ് വേണോ? നല്ല ആപ്പിളാണേ.
പിന്നെ നമുക്കുള്ളത് ഇതെന്ന് പറഞ്ഞ പോമഗ്രാനൈറ്റ് ജ്യൂസാണ്. അത് നമ്മുടെ ബിസ്ക്കറ്റ് ആണ്. ഇനി നമുക്ക് അത് രണ്ടും കൂടി ഉണ്ട്. അപ്പൊ ഇനിയിപ്പോ മുത്തിന്റെ ഒഴിവാണ്. മമ്മി തുറന്നു നോക്കട്ടെ കേട്ടാ. മയിലായി എനിക്കറിയാം, ഞാൻ ചുമ്മാ പാടിയതാണ്. മയിലായിരുന്നു വാക്ക് കേട്ടോ, ഞാൻ പാടിയത് മയിലായി പറന്നു വാ. അപ്പൊ ഞാൻ തോറ്റ്. ഇനിയിപ്പോ ഒരെണ്ണം കൂടി ഉണ്ട് നമുക്ക്. അപ്പൊ ഇനിയിപ്പോ ഇഷ്ടമുള്ളത് എടുത്തു. പോമഗ്രാനൈറ്റും മറ്റേ ഇതാണുള്ളത്. ജ്യൂസ് കുടിക്കട്ടെ. അപ്പൊ ഞങ്ങള് ജ്യൂസ് എടുത്തിട്ടാ. പോമഗ്രാനൈറ്റ് ജ്യൂസാണ്. പോമഗ്രാനൈറ്റ് നല്ലതാണ്. നമ്മുടെ ഫ്രഷ് ജ്യൂസ് കുടിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ബ്ലഡ് ഒക്കെ അങ്ങോട്ട് നല്ല പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടി നല്ലതാണ്. ഡാഡ് തോറ്റുപോയില്ലേ? ഡാഡ് തോറ്റുപോയി. ഡാഡ് അടുത്ത് ജയിക്കുവേ. അപ്പൊ നമ്മള് ലാസ്റ്റത്തെ ഉണ്ട് നമ്മുടെ പേപ്പർ ഉള്ളത്. അപ്പൊ ഇനി നമുക്ക് അത് എടുത്തിട്ട് നമുക്ക് നോക്കാം. ഇനിയിപ്പോ മറയക്കുട്ടി എന്നെ എടുത്തോട്ടെ. മറയക്കുട്ടി എടുത്തോ. നോക്കട്ടെ മമ്മി നോക്കട്ടെ, ഞാൻ നോക്കട്ടെ. തുറന്നു നോക്ക്. മഴയേ ഒരുമിച്ചാണ്ട പാടിയത്. വാനം തൂകുന്ന പൂങ്കരളേ, വാനം തൂകുന്ന പൂങ്കരളേ, കണ്ടുപോ എന്റെ കാതലിയേ. അപ്പൊ ഞങ്ങളുടെ രണ്ടുപേരും ഒരുമിച്ചാണ്ട പാടിയത്. അത് നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഭയങ്കര ടൈമിംഗ് ആയിരുന്നു നമ്മൾ ഒരുമിച്ചാ പാടിയത്. അപ്പൊ നമ്മളിത് അത് ഈക്വൽ ആയിട്ട് ഇത് ചെയ്യാൻ വേണ്ടി പോണേ. ഞങ്ങള് എന്തിനാണ് മനഃപൂർവ്വം പാടിയൊന്നുമല്ല, അല്ലാണ്ട് തന്നെ ഞങ്ങള് പാടിയതാണ്. അതെ, ഞാനിട്ട വേർഡായിരുന്നത്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടുപേരും ബിസ്ക്കറ്റ് കഴിക്കാൻ വേണ്ടി മമ്മിക്ക്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോസ് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇനിയും കുറെ ചലഞ്ചായിട്ട് ഞങ്ങൾ വരും. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാവരും സപ്പോർട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ്സ് ആയിട്ട് ഇടുക. അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ്.